ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ബൂസ്റ്റർ ചായ എന്നാണ് കടയുടെ പേര്. അപ്പോൾ എന്താണ് ഈ ബൂസ്റ്റർ ചായ എന്ന് അറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അങ്ങോട്ട് കയറി ചെന്നിട്ട് ഒരു ബൂസ്റ്റർ ചായ ഒരു ക്യാപിച്ചിനോ ആണ് ആദ്യം പറഞ്ഞത്. അതിൽ ബൂസ്റ്റർ ചായനെക്കാട്ടി ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബൂസ്റ്റർ ക്യാപിച്ചിനോ ആയിരുന്നു. പ്രത്യേകിച്ച് സാധാ ക്യാപിച്ചിനോ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ക്രീമി ഫ്ലേവർ കുറച്ചും കൂടി ആഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവർ ഓരോ ഡിഷ് പ്രസന്റ് ചെയ്യണതും അത് സെർവ് ചെയ്യണ രീതി കാണാനും കുറച്ചും കൂടി രസമുണ്ടായിരുന്നു. കാരണം ഭയങ്കര കാമും പൊളൈറ്റും ആയിട്ടാണ് നമ്മളോട് അവർ ബിഹേവ് ചെയ്യണത്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്താണ് അവരുടെ ഫ്രാപ്പേന്ന് അൽഫോൺസോ മാംഗോ ഫ്രാപ്പയും പിന്നെ അവരുടെ ഐറിഷ് ഫ്രാപ്പയും. ഇതിലും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അൽഫോൺസോ മാംഗോ ഫ്രാപ്പ തന്നെയായിരുന്നു. ഫ്രാപ്പേസ് കൂടാണ്ട് അവർക്ക് ലാറ്റേസും ബബിൾ ടീസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ സ്നാക്സ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മോമോസ് അവൈലബിൾ ഉണ്ട്. എപ്പോഴും മോമോസ് കഴിക്കുന്ന കാരണം ഞങ്ങൾ മോമോസ് ട്രൈ ചെയ്തില്ല. ഞങ്ങൾ അവരുടെ ചില്ലി ഗാർലിക് ചിക്കൻ ഫിംഗേഴ്സാണ് ഓർഡർ ചെയ്തത്. നഗറ്റ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചിയിൽ തന്നെ ഇവർക്ക് 2-3 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഞങ്ങൾ പോയത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് വരണമെങ്കിൽ എന്തായാലും നമ്മളൊക്കെ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈ ബൂസ്റ്റർ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തുകൊണ്ടാണ് ഇതിന് ബൂസ്റ്റർ ചായ എന്ന് പറയണതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടുന്ന് കുടിച്ചു നോക്കിയപ്പോൾ ഓരോ ഐറ്റത്തിനും ഒരു ബൂസ്റ്റിംഗ് പവർ നമുക്ക് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ ആ ഒരു ആംബിയൻസും മൊത്തത്തിലുള്ള വൈബ് കൊണ്ടാണെന്നാണ് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും തോന്നിയത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കും.